തെരുവുനായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടി നാട്. വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരണപ്പെട്ടത് 118 പേർ. 2016 മുതൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ തെരുവു പട്ടികളുടെ കടിയേറ്റ് മരണപ്പെട്ടത് 118 പേർ. ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 118 പേർ മരിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് കൊല്ലം ജില്ലയിലാണ്. 21 പേരാണ് ഇവിടെ തെരുവു പട്ടികളുടെ കടിയേറ്റ് മരിച്ചത്. തിരുവനന്തപുരം 16, പാലക്കാട് 13, ആലപ്പുഴ 12, തൃശൂർ 11, എറണാകുളം 9, കോഴിക്കോട് 9, പത്തനംതിട്ട 7, കണ്ണൂർ 7, മലപ്പുറം 4, ഇടുക്കി 3, വയനാട് 3, കോട്ടയം 2, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് മരണനിരക്ക്. 1.25 വയസ്സുള്ള പിഞ്ചു കുഞ്ഞു മുതൽ 90 വയസ്സുള്ള വയോധിക വരെ ഈ കാലഘട്ടത്തിൽ തെരുവുനായുടെ കടിയേറ്റ് മരണപ്പെട്ടു. 10 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികൾ, 10 മുതൽ 20 വയസ്സുവരെയുള്ളവർ 9, 30 വരെ 6, 40 വരെ 17, 50 വരെ 24, 60 വരെ 27, 70 വരെ 15, 80 വരെ 4, 80-ന് മുകളിൽ പ്രായമുള്ളവർ 3 എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ പ്രായം. ഇതിൽ പേവിഷബാധയേറ്റ 95% പേർക്കും വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വലിയ ദയനീയം. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്ട്രേ ഡോഗ് വിക്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. നമ്മുടെ സംസ്ഥാന ഭരണത്തിന്റെ കാര്യം ആലോചിച്ചാലേ വലിയ സങ്കടമാണ് തോന്നുന്നത്. കാരണം 2016 മുതൽ 2025 വരെയുള്ള 10 വർഷക്കാലം കേരളത്തിൽ തെരുവ് പട്ടി കടിച്ച് മാത്രം കൊന്നിരിക്കുന്ന 118 പേരെയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള 1.25 വയസ്സുള്ള പിഞ്ചു കുഞ്ഞു മുതൽ വയനാട് ജില്ലയിലെ 90 വയസ്സുള്ള വയോധിക വരെ ആ ലിസ്റ്റിൽ പെടുകയാണ്. ഈ കടി കൊള്ളുന്നവർക്കാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനങ്ങളോ അവരുടെ കാര്യത്തിൽ യാതൊരു കെയറിങ്ങോ സംസ്ഥാനം കരുതുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സങ്കടം. 2016 സുപ്രീം കോടതി ഒരു കേസ് പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും റിട്ടയർഡ് ജസ്റ്റിസിനെ വെച്ചിട്ട് കമ്മിറ്റി ഉണ്ടാക്കണം, ഇത് മോണിറ്റർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും റിട്ടയർഡ് ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി വന്നു. പക്ഷെ അവർ പഞ്ചായത്തുകൾക്ക് കിട്ടുന്ന പരാതി അയച്ചു കൊടുത്തിട്ട് ചികിത്സാ ചെലവ് വല്ലതും കൊടുക്കാൻ പറയുന്നതല്ലാതെ യാതൊരു നടപടി ഉണ്ടായില്ല. എന്നാൽ പിന്നീട് ഈ സിരി ജഗൻ കമ്മിറ്റി തുടരണോ ഇല്ലയോ എന്ന് സുപ്രീം കോടതി പറയാത്തതുകൊണ്ട് അതും പോയി. അപ്പം ഇപ്പം നിലവിൽ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ ഈ ഡിസ്ട്രിക്ട് സ്ട്രേ ഡോഗ് വിക്ടിം കമ്മിറ്റീസ് ഉണ്ടാക്കി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് പുറപ്പെടുവിച്ചല്ലാതെ അത് വർക്ക് ചെയ്യുന്നില്ല. സത്യത്തിൽ ഇപ്പോൾ പട്ടി കടിക്കുന്ന ആൾക്കാർ അവർ കയ്യിൽ പൈസ കൊടുത്ത് ചികിത്സിക്കുകയും ചത്തുപോകുന്നതിനെ കൂട്ടുകാർ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.